ഞാനാകെ കുടുങ്ങി നിൽക്കുകയാണ്. എൻ്റെ $50,000 ആ ബ്രോക്കറിൽ കുടുങ്ങി കിടക്കുന്നത്. ഞാൻ എന്താ ചെയ്യുക? എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇങ്ങനെ പറഞ്ഞിട്ട് എത്രങ്ങാനും ആളുകളെ എനിക്ക് മെസ്സേജ് അയക്കുന്നേ അറിയാം. AI ട്രേഡിങ്, കോപ്പി ട്രേഡിങ്, മെഷീൻ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലാണ് ബ്രോക്കേഴ്സ് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് അവർ ഈ നിങ്ങൾക്ക് അക്കൗണ്ട് എടുത്ത് തരുന്നതും നിങ്ങളെ കൊണ്ട് ആ അക്കൗണ്ടിൽ പൈസ ഇടിപ്പിച്ചിട്ട് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം നിങ്ങളെ കൊണ്ട് ട്രേഡ് ചെയ്യിക്കുന്നതും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കുറച്ച് ഫണ്ട് അതിൽ ഇട്ടിട്ട് അവസാനം ട്രേഡ് ചെയ്ത് അവരുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബ്രോക്കർ പറയും കുറച്ച് പൈസയും കൂടെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളത്. എന്നിട്ട് എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോയ പൈസ കൂടാതെ എഗെയിൻ പൈസ ആഡ് ചെയ്തിട്ട് ഹെഡ്ജ് ചെയ്തിട്ട് വീണ്ടും നഷ്ടത്തിലേക്കായിട്ട് അവസാനം കംപ്ലീറ്റ് എമൗണ്ട് ലോക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ട്രേഡിംഗ് എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി വേറൊരാൾ ചെയ്തു തരുന്ന പരിപാടിയല്ല. വേറൊരാൾ പറഞ്ഞു തരുന്ന കോൾസും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡർ ആവാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എഫേർട്ട് ഇട്, നിങ്ങൾ അത് രീതിയിൽ പഠിച്ചു പോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഒരു റീറ്റെയിൽ ട്രേഡർ ട്രേഡ് ചെയ്യേണ്ടത്, നമ്മുടെ മോസ്റ്റ്ലി മാർക്കറ്റിൽ മൂവ്മെന്റ്സ് ഒക്കെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരെപ്പോഴാണ് ബൈ ചെയ്യുന്നത്, അവരെപ്പോഴാണ് സെല്ല് ചെയ്യുന്നത്, ആൻഡ് ഓൾസോ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, എവിടെയാണ് ടാർഗറ്റ് വെക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തന്നെ പഠിച്ച് നിങ്ങൾ തന്നെ ട്രേഡ് ചെയ്യും. അതാവുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പൈസ വേറെ എവിടെയും പോയിട്ട് ലോക്ക് ആവില്ല.